തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏതായാലും സുപ്രധാന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിച്ചത്. ഇതിൽ 2650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തലപ്പാടി ചെങ്കള 6-വരിപ്പാതയും 2740 കോടി രൂപ ചെലവിൽ നവീകരിച്ച വെങ്ങളം രാമനാട്ടുകര റീച്ചും ഉൾപ്പെടുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാകുമെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. മന്ത്രിയെ ഒഴിവാക്കിയത് രാഷ്ട്രീയ വിവേചനം എന്നത് തന്നെയാണ് സർക്കാരിന്റെ വാദം. എന്നാൽ പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് BJPയുടെ വാദം. TV പ്രസാദാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി പ്രസാദ്, എന്തിന് മന്ത്രി റിയാസിനെ ഒഴിവാക്കി? ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നതാണ്. ഇപ്പോൾ ശിലാഫലകം വരുമ്പോൾ അതിൽ മന്ത്രിയുടെ ഉൾപ്പെടെ പേരുണ്ടല്ലോ. അപ്പോൾ എന്തിന് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. വിനീത, നമുക്കറിയാവുന്നതുപോലെ നേരത്തെ NH-66 പണി തുടങ്ങിയത് മുതൽ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ക്രെഡിറ്റ് എടുക്കാനുള്ള തർക്കം വളരെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അത് CPIM-ന്റെയും BJPയുടെയും ആളുകളാണ് പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കമന്റുകളുമായിട്ട് വരുന്നത്, പോസ്റ്റുകളുമായിട്ട് വരുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒരേ സമയം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പണിയുന്ന റോഡ്, ആ റോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോസ്റ്റ് ഏതെങ്കിലും ഒരു CPM പ്രവർത്തകൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ പണം എന്ന് പറഞ്ഞുള്ള കമന്റുമായി അതിന് പിന്നാലെ BJP പ്രവർത്തകർ മാറുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വിനീത, ഇത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും കൃത്യമായ ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു പദ്ധതിയാണ് എന്ന് വേണം കരുതാൻ. കാരണം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ 45 മീറ്ററിൽ ദേശീയപാത വികസിപ്പിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ വലിയ തോതിലുള്ള ചർച്ച ഉള്ളിടത്തു നിന്നാണ് പിന്നീട് കൂടിയ ഭൂമിയുടെ വിലയായതുകൊണ്ട് തന്നെ അതിലധികം വരുന്ന ചെലവ് 5600-ലധികം കോടി രൂപ കേന്ദ്രത്തിന് തങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നതും അതിന് പിന്നാലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പണി തുടങ്ങുകയും ചെയ്യുന്നത്. ശരിയാണ്, മറ്റ് പദ്ധതികൾ പോലെ കേന്ദ്രത്തിന്റെ പണം ഉപയോഗിച്ച് തന്നെയാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത്. പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കൽ, അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു വിഭാഗം പണം ചെലവഴിക്കൽ, അതോടൊപ്പം തന്നെ ഓരോ മാസവും കൃത്യമായ ഇടവേളകളിൽ അതിന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തിക്കൊണ്ട് MLA-മാരെയും ജില്ലാ കളക്ടർമാരെയും ചീഫ് സെക്രട്ടറിയെയും എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടത്തിയത് അത് പൊതുമരാമത്ത് വകുപ്പിന്റെ കൂടി നേതൃത്വത്തിലാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇതിലേറ്റവും പ്രധാനപ്പെട്ട റീച്ച് വടക്കേ അറ്റത്തുള്ള ചെങ്കളത്ത് നിന്ന് തലപ്പാടി ചെങ്കളം റീച്ചും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുള്ള ബൈപ്പാസ് വരുന്ന രാമനാട്ടുകരയിലെ റീച്ചും രാമനാട്ടുകര വെങ്ങളം റീച്ചും സ്വാഭാവികമായി അതിന്റെ ഇപ്പോൾ തന്നെ അതിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ഉറപ്പായും സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വരേണ്ടതായിരുന്നു. പക്ഷേ പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാതിരുന്നത് ഉറപ്പായും അതിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് വകുപ്പിന് പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ലാത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിൽ ഇടം നേടുകയും ചെയ്തു. വിനീത, അതാണ് അതിലെ ഐറണി. TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്.